ഇന്ത്യൻ തീരത്ത് വലിയ കപ്പലുകൾ വലവീശാനിറങ്ങുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ പച്ചക്കൊടി. അരിയും മണ്ണെണ്ണയും അളന്നുവാങ്ങുന്ന കടപ്പുറത്തെ കുടിലുകളിൽ പട്ടിണിയും പരിവട്ടവും പുതിയ കാര്യമല്ല. മുണ്ട് മുറുക്കിയെടുത്ത് കടലിൽ വലവീശുന്ന മത്സ്യത്തൊഴിലാളി അവൻ്റെ ജീവിതത്തിൻ്റെ തുഴയെറിയുന്നത് പ്രതീക്ഷയോടെയാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ തീരുമാനം അവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുമോ? ബ്ലൂ ഇക്കണോമി നയത്തിൻ്റെ ഭാഗമായി ആഴക്കടലിലെ മത്സ്യസമ്പത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ പിടിച്ചെടുക്കാനുള്ള തീരുമാനം ഇവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും? എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പുതിയ തീരുമാനം? വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള മത്സ്യബന്ധനം എന്ന തീരുമാനം വന്നതോടെ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിനായി വൻകിട കമ്പനികളുടെ ചെറു കപ്പലുകൾക്ക് സമാനമായ യാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്താനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. 50 മീറ്റർ വരെ നീളമുള്ള കപ്പലുകൾക്കാണ് മീൻ പിടിക്കാൻ അനുമതി നൽകുന്നത്. നിലവിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന യാനങ്ങളുടെ വലിപ്പം 24 മീറ്ററിൽ താഴെയാണ് എന്നോർക്കണം. ഇതുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. ഇപ്പോൾ തന്നെ മത്സ്യബന്ധനം അനുവദനീയമായ പരിധിക്കടുത്താണ് നടക്കുന്നതെന്നാണ് മത്സ്യത്തൊഴിലാളി സംഘടനകൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ വൻകിട കമ്പനികളുടെ യാനങ്ങൾ ഈ മേഖലയിൽ വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? അവർ ചുരുങ്ങിയ കാലയളവിൽ മത്സ്യസമ്പത്ത് ഊറ്റിയെടുക്കും. ഇത്തരം കപ്പലുകളിൽ ഘടിപ്പിക്കുന്ന 400 കിലോവാട്ട് ലൈറ്റിൻ്റെ പ്രകാശം കണ്ട് മീനുകൾ മുഴുവൻ അതിലേക്കടുക്കും. അങ്ങനെ വന്നാൽ നമ്മുടെ മത്സ്യസമ്പത്ത് അപകടകരമായ രീതിയിൽ ഇല്ലാതാകും. ഇതാണ് തൊഴിലാളികളുടെ ആശങ്ക. 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള മേഖലയിലാണ് ഈ കപ്പലുകൾക്ക് മീൻ പിടിക്കാൻ അനുമതി നൽകുന്നത്. എന്നാൽ അതിലൊരു പ്രശ്നമുള്ളത്, ഇതേ മേഖലയിൽ തന്നെയാണ് നിലവിൽ കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ ചെറുകിട ബോട്ടുകളിൽ മീൻ പിടിക്കുന്നത്. എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള 9 ഇനം ട്യൂണകൾ, മോത, ഓലക്കൊടി, മുറപ്പടവൻ, ഗിൽഫിഷ്, ടെയിൽ ഫിഷ് തുടങ്ങിയ ഇനങ്ങൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ പിടിക്കുന്നത് ഈ മേഖലയിൽ നിന്നാണ്. ഈ മേഖലയിലെ വൻകിട കമ്പനികളുടെയോ കപ്പലുകളുടെയോ കടന്നുവരവ് ഇവരുടെ വരുമാനത്തെ സാരമായി ബാധിക്കുമെന്നതിൽ തർക്കമുണ്ടാകാനിടയില്ല. അതുമാത്രമല്ല, സുസ്ഥിരമായ ഒരു മത്സ്യബന്ധന സംവിധാനമാണ് നമ്മുടെ തൊഴിലാളികൾ പിന്തുടരുന്നത്. നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമായ അത്രയും മീനുകൾ നമ്മൾ ഇപ്പോൾ തന്നെ പിടിക്കുന്നുണ്ട്. ഇന്ത്യൻ ഓഷ്യൻ ട്യൂണ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ മത്സ്യബന്ധനം നിലവിൽ അനുവദിക്കപ്പെട്ട അളവിനോടടുത്താണ് നടക്കുന്നത്. അവിടേക്ക് വലിയ കപ്പലുകൾക്ക് സമാനമായ യാനങ്ങൾ കൂടി വന്നാൽ അത് നമ്മുടെ മത്സ്യസമ്പത്തിനെ അപകടത്തിലാക്കും എന്ന ആശങ്കയും പങ്കുവെക്കപ്പെടുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുമ്പോൾ അതിന് ശക്തമായ നിയന്ത്രണങ്ങൾ കൂടി ഇല്ലെങ്കിൽ മത്സ്യസമ്പത്ത് അപകടകരമായി ഇല്ലാതാകുമെന്നാണ് ലോകാനുഭവം. ലോകത്തെ പ്രധാനപ്പെട്ട 15 ഫിഷിംഗ് ഗ്രൗണ്ടുകളിൽ 13 അമിത വ്യവസായ മത്സ്യബന്ധന സംവിധാനം മൂലം തകർന്നിരിക്കുകയാണെന്നാണ് കണക്കുകൾ പറയുന്നത്. യൂറോപ്പിലെ ശീതജല സമുദ്രത്തിലെ പല പ്രധാന മത്സ്യങ്ങളും ഇതിനകം തന്നെ ഇല്ലാതായി കഴിഞ്ഞു. അമിതമായ ചൂഷണം മൂലമാണ് ഇവയൊക്കെ തന്നെ അപ്രത്യക്ഷമായിരിക്കുന്നത്. ഒരു വർഷം മൊത്തം പിടിക്കാവുന്ന മത്സ്യത്തിൻ്റെ എണ്ണം അല്ലെങ്കിൽ അളവ് യൂറോപ്യൻ യൂണിയൻ നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും യൂറോപ്പും അമേരിക്കയും നിയന്ത്രണങ്ങളെ കാറ്റിൽ പറത്തി വ്യവസായ മത്സ്യബന്ധനം തുടരുകയാണ്. സുസ്ഥിരമായി മത്സ്യബന്ധനം സാധ്യമാകുന്ന 2 കേന്ദ്രങ്ങൾ ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നത് ഇന്ത്യയിൽ മാത്രമാണെന്നാണ് ഗവേഷകർ പറയുന്നത്. ഈ കേന്ദ്രങ്ങൾ അറബിക്കടലും ബംഗാൾ ഉൾക്കടലുമാണ്. ഇവിടേക്കാണ് ഇപ്പോൾ വൻകിട കപ്പലുകളെ വലവീശാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത്. ഇന്ത്യൻ പരിധിയിൽപ്പെടുന്ന കടലിൽ നിന്നും പ്രതിവർഷം പിടിച്ചെടുക്കാവുന്ന മത്സ്യം 53.1 ലക്ഷം ടൺ ആണെന്നാണ് സർക്കാർ കണക്കാക്കിയിരിക്കുന്നത്. ഇവ പിടിക്കുന്നതിന് ശരാശരി 93,287 യാനങ്ങൾ മാത്രം മതിയാകും. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ കടലിൽ 3,14,677 യാനങ്ങൾ മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. അതായത് അനുവദനീയമായതിൻ്റെ 3 മടങ്ങ്. ഇവയെല്ലാം കൂടി 35 ലക്ഷം മുതൽ 38 ലക്ഷം വരെ ടൺ മത്സ്യങ്ങളെയും പിടികൂടുന്നുണ്ട്. ഇവിടേക്കാണ് വലിയ കപ്പലുകളുടെ രംഗപ്രവേശം എന്നത് നാം പ്രത്യേകം ഓർക്കണം. ഇതാദ്യമായല്ല കപ്പലുകളെ ഇന്ത്യൻ തീരത്ത് വലവീശാൻ അനുവദിക്കുന്നത്. 1977-ലും 82-ലും ഇന്ത്യയിൽ വിദേശ കപ്പലുകളെ പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നു. പിന്നീട് ഇത്തരം കമ്പനികളെ വിലക്കിയെങ്കിലും മത്സ്യസമ്പത്തിൽ വലിയ മാറ്റമാണ് അതുണ്ടാക്കിയത്. ആ കാലത്താണ് യദുകുടി കമ്പനിയുടെ കപ്പലുകൾ കന്യാകുമാരി തീരത്തു നിന്നും 80 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന സമൃദ്ധമായ മത്സ്യസങ്കേതമായ വാഡ്ഗെ ബാങ്കിൽ നിന്നും പ്രധാന മത്സ്യയിനമായ സ്പൈനി ലോബ്സ്റ്റർ എന്ന പാറക്കൊഞ്ച് ക്രമാതീതമായി പിടിച്ചുകൊണ്ടുപോയത്. ഇതൊക്കെ ഇനിയും ആവർത്തിക്കുമോ എന്നാണ് തൊഴിലാളികൾ ആശങ്കപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ബ്ലൂ ഇക്കണോമി നയത്തിൻ്റെ തുടർച്ചയായി
മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കർണാടക, ഗുജറാത്ത്, ഗോവ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വൻകിട കമ്പനികൾ അവരുടെ കപ്പലുകൾ ഉപയോഗിച്ച് ആഴക്കടലിൽ വെച്ച് പിടികൂടുന്ന മീനുകൾ ഇന്ത്യൻ തീരത്തേക്ക് എത്തിക്കാതെ അവിടെ വെച്ച് തന്നെ മിഡ് സീ ട്രാൻസ്ഫറിലൂടെ വിദേശ കപ്പലുകളിലേക്ക് കൈമാറ്റം ചെയ്യാം. ഇത് മത്സ്യവ്യവസായ മേഖലയ്ക്കും കയറ്റുമതി രംഗത്തും ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ചെറുതല്ല. കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇതിൻ്റെ സാമ്പത്തിക കെടുതികൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. കാടും കടലും ആകാശവും എല്ലാം കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുമ്പോൾ അരികവൽക്കരിക്കപ്പെടുന്നത് സാധാരണ മനുഷ്യരാണ്. കൊള്ളയടിക്കപ്പെടുന്നത് അവരുടെ ജീവിത പരിസരങ്ങളാണ്. കൈവിരലിൽ മഷിപുരട്ടി അവർ സമ്മാനിച്ചതാണ് ഈ അധികാരങ്ങളെന്ന് ഇത്തരം തീരുമാനങ്ങളിൽ ഒപ്പുവെക്കുമ്പോൾ ഓർക്കേണ്ടവർ ഓർത്താൽ നന്ന്.